കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ ഐസോമറിസം ആയിരുന്നു നമ്മുടെ സംസാര വിഷയം. അതിലെ നമ്മൾ സ്ട്രക്ചറൽ ഐസോമറിസവും അതേപോലെ തന്നെ സ്റ്റീരിയോ ഐസോമറിസത്തിലെ ജിയോമെട്രിക്കൽ ഐസോമറിസവും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളത് സ്റ്റീരിയോ ഐസോമറിസത്തിലെ ഒപ്റ്റിക്കൽ ഐസോമറിസം ആണല്ലോ. അപ്പോൾ ഈ ഒപ്റ്റിക്കൽ ഐസോമറിസം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് കുഞ്ഞുമക്കളെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഒപ്റ്റിക്കൽ ഐസോമറിസത്തിൽ നമ്മൾ പറയുന്ന രണ്ട് ടെക്നിക്കൽ ടേം, ഓക്കെ, അത് ഫിസിക്സിൽ നമുക്ക് ആവശ്യമാണ്. കുഞ്ഞോള് നല്ലോണം ശ്രദ്ധിക്കുക. ഓക്കെ, ലൈറ്റ് സോഴ്സ്, ഒരു ലൈറ്റ് സോഴ്സ്, ഇതൊരു ലൈറ്റ് സോഴ്സ് ആണെന്ന് വിചാരിക്കുക. ഈ ലൈറ്റ് സോഴ്സിൽ നിന്ന് ഒരുപാട് ലൈറ്റ് റേസ് മുന്നോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. ഓക്കെ, പാരലൽ ആയിട്ടുള്ള ലൈറ്റ് ബീം മുന്നോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. നിങ്ങൾക്കറിയാമോ എന്താണ് ലൈറ്റ് എന്ന്? ഞാനിപ്പോൾ റേയുടെ രൂപത്തിലാണ് ലൈറ്റ് വരച്ചിട്ടുള്ളത്. എന്താണ് ലൈറ്റ് എന്ന് കുഞ്ഞുമക്കൾക്ക് അറിയാവോ? യെസ്, ലൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ഓക്കെ, ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. ലൈറ്റ് ഈസ് ആൻ EM വേവ്. അതെന്താ മാഷ അങ്ങനത്തെ ഒരു സംഗതി? ലൈറ്റ് വേവ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ, സംഗതി ശരിയാണ്. വേവ് ആണെന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ക്ലിയർ ആണ്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്? പല ഡെഫിനിഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്താണ് യഥാർത്ഥത്തിൽ എന്ന് ചോദിച്ചാല്, ഒരു വേവിൽ രണ്ട് വൈബ്രേഷൻസ് ഉണ്ടാവും. സാധാരണ ഇപ്പൊ വെള്ളത്തിൽ വേവ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്? ഇതാണ് വെള്ളത്തിന്റെ സർഫസ് എന്ന് വിചാരിക്കുക. അവിടുത്തെ സർഫസിലുള്ള പാർട്ടിക്കിൾ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ ആയാണ് നമുക്ക് വേവ് ആയിട്ട് കാണുന്നത്. ശരിയല്ലേ? അപ്പൊ അവിടെ വെള്ളത്തിന്റെ കേസിൽ വൈബ്രേഷൻ ഉള്ളത് ഈ പ്ലെയിനിലാണെന്ന് പറയാം. ഒറ്റ പ്ലെയിനിൽ മാത്രമേ വൈബ്രേഷൻ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതേസമയം ഒരു ലൈറ്റ് വേവ് എടുത്തു കഴിഞ്ഞാൽ അതിൽ രണ്ട് വൈബ്രേഷൻ ഉണ്ടാവും. കേൾക്കണ കുഞ്ഞുമക്കളെ, ഇതാ ഇങ്ങോട്ടാണ് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. ഇതാ ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ. ഓക്കെ, അതിൽ രണ്ട് പേര് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. ലൈറ്റ് ഇങ്ങനെ പോകുമ്പോൾ, അതായത് വേവ്, ലൈറ്റ് എന്നുള്ള വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അതിൽ രണ്ട് പേര് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാകും. അതിൽ ഒന്നിന്റെ പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ വൈബ്രേഷൻ ലൈറ്റിന്റെ പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആണ് അല്ലെ? ഓക്കെ ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ, ഓക്കെ, ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ വൈബ്രേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ ഒരു വേവ് ഉണ്ടാകും. അതാണ് ഈ വേവ്. ഓക്കെ, അത് ഇലക്ട്രിക് വേവ് ആണെന്ന് പറയും. കൂടാതെ ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ കൂടെ തന്നെ വൈബ്രേറ്റ് ചെയ്യുന്ന വേറൊരു വൈബ്രേഷൻ കൂടി ഉണ്ടാകും, വേറൊരു വെക്ടർ കൂടി ഉണ്ടാകും. അതാണ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ. കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതേ ഡയറക്ഷനിലല്ല, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു. ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെ വൈബ്രേഷൻ കാരണം ഒരു വേവ് ഉണ്ടാകും, അത് ഇലക്ട്രിക് വേവ്. മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിന്റെ വൈബ്രേഷൻ കാരണം വേറൊരു വേവ് ഉണ്ടാകും, അത് മാഗ്നറ്റിക് വേവ്. ഇങ്ങനെ ഒരു വേവ് ഉണ്ടാകും. ഓക്കെ, അതെന്താണ്? അത് മാഗ്നറ്റിക് വേവ് ആണ്. ക്ലിയർ ആണോ? അപ്പൊ എന്താണ്? രണ്ട് വേവുകളാണ് അവിടെ പെർപെൻഡിക്കുലർ ആയിട്ട്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് എന്താ പറയാ മുന്നോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഇലക്ട്രിക് വേവും ഇങ്ങനെ ഒരു മാഗ്നറ്റിക് വേവും. ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിന്റെയും മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിന്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള വൈബ്രേഷൻ വഴി ഉണ്ടാകുന്ന ഈ വേവിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അപ്പൊ ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫിസിക്സിൽ പഠിക്കും. കുഞ്ഞുമക്കൾക്ക് ക്ലിയർ ആകുന്നുണ്ടല്ലോ. ഇനി മാഷ് പറയുന്ന കാര്യം ശ്രദ്ധിച്ചോളി. ലൈറ്റിന്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിന് കാരണം, ലൈറ്റിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിലൊന്നാണ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി. എന്താ പറയാ, നമുക്ക് കാണാൻ സാധിക്കും, എന്താ പറയാ, ലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതൊരു ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ആണ്. റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, പോളറൈസേഷൻ, ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ, ഇതൊക്കെ അതിന്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ആണ്. ഈ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിന് കാരണം ഈ വെക്ടർ അല്ല, ഈ വെക്ടർ മാത്രമാണ്.
അതുകൊണ്ട് തൽക്കാലം ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടിക്ക് കാരണമായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനെ മാത്രം ഞാൻ കാണിക്കുന്നു. ഓക്കെ, ലൈറ്റിൽ രണ്ട് വെക്ടർ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്, ഇയും പിയും. അതിൽ ഇ മാത്രമാണ് ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിന് നിദാനം. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ബിയെ ഇഗ്നോർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ലൈറ്റ് വേവ്. അയാളുടെ മറ്റേ വേവിനെ ഞാൻ ഇഗ്നോർ ചെയ്തു. നമുക്ക് തൽക്കാലം ഇത് വേണ്ട. ഓക്കെ, ഇത് ഒരു ലൈറ്റ് വേവാ. കുഞ്ഞോളെ ഇനി മനസ്സിലേക്ക് കൊണ്ടുവാ. ഇനി വാ, ഇതൊരു ലൈറ്റ് റേ ഉണ്ട് ആണ്. സോറി, ഇത് ഒരു ലൈറ്റ് ബീമിലെ ഒരു ലൈറ്റ് റേ ആണ്. ലൈറ്റ് ബീമിൽ 100 കണക്കിന് ലൈറ്റ് റേസ് ഉണ്ടാവും ആണല്ലോ. ഒരു ലൈറ്റ് ബീം എടുത്തു കഴിഞ്ഞാൽ അതിൽ 100 കണക്കിന് ലൈറ്റ് എന്താ പറയാ റേസ് ഉണ്ടാവും. അപ്പൊ അതിൽപ്പെട്ട ഒരു ലൈറ്റ് റേ ആണ് ഇത്. ആ ലൈറ്റ് റേ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വെയ്വാണ്. ഞാൻ തൽക്കാലം നമ്മൾ അങ്ങനെ റേ ആയിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് വെയ്വാണ്. ആ വെയ്വ് ഇതാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ വെയ്വ് ഉള്ളത് ഈ പ്ലെയിനിലാണെന്ന് വിചാരിക്കുക. അതായത് വൈബ്രേഷൻ ഉള്ളത് ഈ പ്ലെയിനിലാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഇത് 100 കണക്കിന് ലൈറ്റ് റേസിന് പ്രധാന ഒരു 3 എണ്ണമാണെന്ന് വിചാരിക്കുക. ഓക്കെ, അതിൽ ഈ ലൈറ്റ് വേവിന്റെ വൈബ്രേഷൻ ഉള്ളത് ഈ പ്ലെയിനിലാണ്. ഇങ്ങനെയാണ് വേവ് പോകുന്നത്. അടുത്ത വേവ് അങ്ങനെ തന്നെയാവണമെന്ന് നിർബന്ധമില്ല. അടുത്ത വേവ് ചിലപ്പോൾ ഇങ്ങനെയാണ് പോകുന്നുണ്ടാവുക. നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഇതാ ഒരു വേവ് ഈ പ്ലെയിനിലാണ് എങ്കിൽ 100 കണക്കിന് ലൈറ്റ് റേസിൽ ഒരു വേവ് ഈ പ്ലെയിനിലാണെങ്കിൽ വേറൊരു വേവ് ഉണ്ടാകുന്നത് ഈ പ്ലെയിനിലായിരിക്കാം, വേറൊരു വേവ് ഉണ്ടാകുന്നത് ഈ പ്ലെയിനിലായിരിക്കാം, വേറൊരു വേവ് ഉണ്ടാകുന്നത് ഈ പ്ലെയിനിലായിരിക്കാം. അങ്ങനെ 100 കണക്കിന് ലൈറ്റ് റേസ് എടുക്കുമ്പോൾ അതിൽ ഒരുപാട് പേര് പല പ്ലെയിനിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഞാൻ 3 എണ്ണം കാണിച്ചില്ല, 3 ലൈറ്റ് റേസ് കാണിച്ചല്ലോ. ആ 3 ലൈറ്റ് റേസിൽ ഒന്നിന്റെ വേവ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അതിനെ ഞാനിത് ഇങ്ങനെ കാണിക്കുന്നു, ആ വെക്ടറിന് ഇങ്ങനെ കാണിക്കുന്നു. ഈ വെക്ടർ വൈബ്രേറ്റ് ചെയ്തത് കാരണം ഉണ്ടാകുന്ന വേവ് അത് ഈ പ്ലെയിനിലാണ്. ഓക്കെ, അപ്പൊ തൽക്കാലം ഞാൻ പ്ലെയിനിൽ ഇത് ഇങ്ങനെ കാണിക്കുന്നു. ഇത് വൈബ്രേറ്റ് ചെയ്യുന്നത് കാരണം ഒരു വേവ് ഉണ്ടാവും, അത് ഈ പ്ലെയിനിലാണ്. ഇനി വേറൊന്ന് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുണ്ടാവാം, വേറൊന്നിന് ഇങ്ങനെ ആവാം, വേറൊന്ന് ഇങ്ങനെ ആവാം. അതായത് ഒരു ലൈറ്റ് റേസ് എടുത്തു കഴിഞ്ഞു, ഒരു ലൈറ്റ് ബീം എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള 100 കണക്കിന് ലൈറ്റ് റേസ് ഇൻഫൈനൈറ്റ് പ്ലെയിനിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അല്ലാതെ എല്ലാവരും ഇങ്ങനെ തന്നെ ആണോന്നില്ല, എല്ലാവരും ഇങ്ങനെ തന്നെ ആണോന്നില്ലാന്ന്, എല്ലാ ഇലക്ട്രിക് വെക്ടറും ഇങ്ങനെ തന്നെ വൈബ്രേറ്റ് ചെയ്യണമെന്നില്ലാന്ന്. ഒരേ പ്ലെയിനിൽ തന്നെ വൈബ്രേറ്റ് ചെയ്യുന്നവരുണ്ടാവാം, ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല. പക്ഷെ എല്ലാവരും ഒരു പ്ലെയിനിൽ തന്നെയാവണമെന്നില്ല, പല പ്ലെയിനിലായിരിക്കും വൈബ്രേഷൻ ഉണ്ടാവുക. ഇപ്പൊ നിങ്ങളെ വീട്ടിലുള്ള ഒരു ലൈറ്റ് സോഴ്സ് ഓൺ ആക്കി കഴിഞ്ഞാൽ അതിൽ നിന്നും പുറത്തു വരുന്ന ലൈറ്റ് റേസ് ഉണ്ടല്ലോ, 100 കണക്കിന് ലൈറ്റ് റേസ്. അതിൽ ഓരോ ലൈറ്റ് റേയുടെയും ഇലക്ട്രിക് വെക്ടർ വൈബ്രേറ്റ് ചെയ്യുന്നത് പല പ്ലെയിനുകളിലായിരിക്കാം. ഒരേ പ്ലെയിനിൽ വൈബ്രേറ്റ് ചെയ്യുന്നവരും ഉണ്ടാകും. അപ്പൊ സാധാരണ രീതിയിൽ കേൾക്കണേ, സാധാരണ രീതിയിൽ ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നും എമിറ്റ് ചെയ്യപ്പെടുന്ന മോണോക്രോമാറ്റിക് ലൈറ്റിനെ, ഈ മോണോക്രോമാറ്റിക് എന്ന് വെച്ചാൽ സിംഗിൾ കളേർഡ് ലൈറ്റ്, മോണോക്രോമാറ്റിക് ലൈറ്റിന് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഇതിന്റെ പേരാണ് ഓർഡിനറി ലൈറ്റ്. ഓർഡിനറി ലൈറ്റ്. ഓക്കെ, സോ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. Ordinary light has vibrations in a number of planes. മനസ്സിലായോ? ഓക്കെ, ഇനിയാണ് കേൾക്കേണ്ടത് കുഞ്ഞുമക്കളെ. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിനറിയാവോ, ഒരു വേവ് ഇങ്ങനെയുണ്ട്, ഒരു വേവ് ഇങ്ങനെയുണ്ട്, ഒരു വേവ് ഇങ്ങനെയുണ്ട്, ഒരു വേവ് ഇങ്ങനെയുണ്ട്. പല പ്ലെയിനിലായിട്ട് വൈബ്രേഷൻസ് ഉള്ള ഒരു ഓർഡിനറി ലൈറ്റ് ആണ്. സോ ദിസ് ഈസ് ദി റെപ്രസെന്റേഷൻ ഓഫ് ഓർഡിനറി ലൈറ്റ്. കുഞ്ഞോളെ, നമ്മൾ ഈ ഓർഡിനറി ലൈറ്റിനെ ഒരു പ്രത്യേക തരം വസ്തുവിലേക്ക് കൂടി കടത്തിവിടുന്നു. കേൾക്കണേ, ഈ ഓർഡിനറി ലൈറ്റിനെ ലൈറ്റ് സോഴ്സ് എമിറ്റ് ചെയ്യുന്ന ഓർഡിനറി ലൈറ്റ് ബീം ലൈറ്റ് ബീമിന് ഇങ്ങനെ കാണിക്കുന്നു. അത് ആക്ച്വലി എന്താണ്? അത് ഇതാണ്. ഓക്കെ, ഇതന്നെ ഇത് റേ ആയിട്ട് കാണിക്കുന്നു. ആ റേയുടെ പല പ്ലെയിനിലുള്ള വൈബ്രേഷൻ ആണ്. ഇതിനുണ്ടല്ലോ കുഞ്ഞുമക്കളെ, നമ്മൾ എന്താക്കുന്നു, ഒരു പ്രത്യേക തരം വസ്തുവിലേക്ക് കൂടി കടത്തിവിടുന്നു. ആ വസ്തുവിന് ഒരു വാതിലുണ്ട്, ഒറ്റൊരു വാതില്. ഓക്കെ,
ആ വാതിൽ ഫോർ എക്സാമ്പിൾ ഇതാ, ഇതൊരു വാതിലാണെന്ന് വിചാരിക്കും. ഇവിടെ ഞാൻ നിൽക്കുന്നു, എൻ്റെ കയ്യിൽ കുറെ വടികളുണ്ട്, വടി ഓക്കെ, സ്റ്റിക്കുകളുണ്ട്. അതിൽ ഒരു സ്റ്റിക്ക് ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഒരു സ്റ്റിക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഒരു സ്റ്റിക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, വേറൊരു സ്റ്റിക്ക് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഈ സ്റ്റിക്കുമായിട്ട് ഞാൻ ആ വാതിലേക്ക് എൻ്റർ ചെയ്യുന്നു, ഞാനാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ സ്റ്റിക്ക് ഇവിടെ തടയും, ഈ സ്റ്റിക്ക് വാതിലിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റൂല. ഇങ്ങനെയുള്ള സ്റ്റിക്കിനും വാതിലിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റൂല, ഇങ്ങനെയുള്ള സ്റ്റിക്കിനും വാതിലിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റൂല. അപ്പൊ സ്വാഭാവികമായിട്ടും ആ സ്റ്റിക്കുകളെല്ലാം ഞാൻ ഒഴിവാക്കും. എനിക്ക് അങ്ങോട്ട് വാതിലിന്റെ അപ്പുറത്തേക്ക് എനിക്ക് പോകണം, പക്ഷെ ആ സ്റ്റിക്കുകളൊന്നും കൊണ്ട് എനിക്ക് പോകാൻ പറ്റൂല. പക്ഷെ ഈ ഒരു സ്റ്റിക്കിനെയും കൊണ്ട് എനിക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ വാതിലിന്റെ അപ്പുറത്ത് ഈ ഒറ്റ ഒരു സ്റ്റിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ ഒരു സ്റ്റിക്ക് മാത്രമേ വാതിലിന്റെ അപ്പുറത്തേക്ക് പോവുള്ളൂ. ശരിയല്ലേ? അതേപോലെ ആണ് ഇതെന്ന് വിചാരിക്കുക. ഓർഡിനറി ലൈറ്റിൽ ഒരുപാട് പ്ലെയിനിലുള്ള വൈബ്രേഷൻസ് ഉണ്ട്. അതിന് ഒരു പ്രത്യേക തരം വാതിലിൽ കൂടിയിട്ട് ഒരു വസ്തുവിലെ കൂടി നമ്മൾ പാസ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു വസ്തുവിനെ ഞാൻ ഇതിങ്ങനെ കാണിക്കുന്നു. ഈ വസ്തുവിന് പേരുണ്ട്. ഈ പല വസ്തുക്കൾക്കും ഈ പ്രോപ്പർട്ടി ഉണ്ട്. അതിലൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുക്കുന്നതാണ് ടൂർമലൈൻ ക്രിസ്റ്റൽ. ടൂർമലൈൻ ക്രിസ്റ്റൽ, ടൂർമലൈൻ ക്രിസ്റ്റൽ. ആ ടൂർമലൈൻ ക്രിസ്റ്റലിന്റെ വാതില് ഇതാണ് വാതില്, ചെറിയൊരു ഓപ്പണിങ്. ഈ വാതിൽ കടന്നിട്ട് ഈ ഓർഡിനറി ലൈറ്റിന് അപ്പുറത്തേക്ക് പോകണം. അപ്പൊ എന്താണെന്ന് അറിയാം, നേരത്തെ എനിക്ക് സംഭവിച്ചതുപോലെ അപ്പൊ ഇവർക്ക് ഇങ്ങോട്ട് പോകണം. ഈ അൺപോളറൈസ്ഡ് ലൈറ്റിന് ഈ വാതിലിലേ കൂടി അപ്പുറത്തേക്ക് പോകണം. ഓർഡിനറി ലൈറ്റിന് അങ്ങോട്ട് പോകണം, അപ്പുറത്തേക്ക് പോകണം. അപ്പൊ എന്ത് സംഭവിക്കും? നേരത്തെ എനിക്ക് സംഭവിച്ചതുപോലെ ഈ വാതിലിന് പാരലൽ ആയിട്ടുള്ള ഈ കമ്പോണന്റ് ഉണ്ടല്ലോ, ഈ വാതിലിന് പാരലൽ ആയിട്ടുള്ള ഈ വൈബ്രേഷൻ, അത് മാത്രം ഇതിലേക്ക് ഇത് മാത്രം ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി പുറത്തേക്ക് കടന്നു വരും. ബാക്കിയെല്ലാം ഇവിടെ ബ്ലോക്കാകും. അതായത് ഈ വാതിലിൽ കൂടി പുറത്തു വരുന്ന ലൈറ്റിൽ ഒരു പ്ലെയിനിന് മാത്രമേ വൈബ്രേഷൻ ഉണ്ടാകുള്ളൂ, ബാക്കി എല്ലാ വൈബ്രേഷനെയും അവിടെ ബ്ലോക്ക് ചെയ്തു. Okay, that means the vibrations are restricted to a single plane only, and this process is called polarization. Polarization of light. ഇതാണ് പോളറൈസേഷൻ. ലൈറ്റിന്റെ പോളറൈസേഷൻ എന്ന് വെച്ചാൽ ഇതാണ്. മനസ്സിലായോ? അപ്പൊ ഈ പുറത്ത് വരുന്ന ലൈറ്റ് ഉണ്ടല്ലോ, ഒരു പ്ലെയിനിൽ മാത്രം വൈബ്രേഷൻ ഉള്ള ലൈറ്റ് ആയിരിക്കും. And this light is called plane polarized light. ഒരു സിംഗിൾ പ്ലെയിനിൽ മാത്രം വൈബ്രേഷൻ ഉള്ള പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഇതോ ഒരുപാട് പ്ലെയിനിൽ വൈബ്രേഷൻ ഉള്ള ഓർഡിനറി ലൈറ്റ്, അല്ലെങ്കിൽ ഒരു പേരാണ് അൺപോളറൈസ്ഡ് ലൈറ്റ്. ഇനി നിങ്ങൾ പറയാം എന്താണ് പോളറൈസേഷൻ? ഇറ്റ് ഈസ് ദി phenomenon of restriction of vibrations of ordinary light into a single plane. Okay, ആ ലൈറ്റിന്റെ പേരെന്താണ്? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. അങ്ങനെ അൺപോളറൈസ്ഡ് ലൈറ്റിനെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന പ്രത്യേക വാതിലുള്ള ഈ വസ്തു ഉണ്ടല്ലോ, അതിന്റെ പേരാണ് പോളറോയിഡ്. പോളറോയിഡ്, പോളറോയിഡ്. So this is the polaroid. Tourmaline crystal is an example for polaroid. വേറെയും ഉണ്ട് എക്സാമ്പിൾ. നിക്കോൾ പ്രിസം. നിക്കോൾ പ്രിസം is another example for this polaroid. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി കൊണ്ടുപോവാ. അൺപോളറൈസ്ഡ് ലൈറ്റ് ഒരുപാട് പ്ലെയിനിൽ വൈബ്രേഷൻ ഉള്ള ലൈറ്റ്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഒറ്റ പ്ലെയിനിൽ മാത്രം വൈബ്രേഷൻ ഉള്ള ലൈറ്റ്. ക്ലിയർ ആയല്ലോ? പോളറൈസേഷൻ, അൺപോളറൈസ്ഡ് ലൈറ്റ്, പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്, പോളറോയിഡ്. ഇതാണ് 4 കുഞ്ഞോളെ ഓർമ്മിച്ച് വെക്കേണ്ട ടെക്നിക്കൽ ടേം. ഇനി ഓക്കെ, അങ്ങനെ ഞാൻ എന്താക്കിയെന്നറിയോടാ കുഞ്ഞുമക്കളെ? എൻ്റെ കയ്യിൽ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഉണ്ടായിരുന്നു.
മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ്, ഇതാണ് മോണോക്രോമാറ്റിക് ലൈറ്റ് സോഴ്സ്. അതിൽ നിന്ന് പുറത്ത് വന്ന അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ് ഇത്. ആ അൺപോളറൈസ്ഡ് ലൈറ്റിനെ കുഞ്ഞുമക്കളെ ഞാൻ ഒരു പോളറോയിഡിൽ കൂടി കടത്തി വിട്ടു. ഓക്കെ, ഒരു പോളറോയിഡിൽ കൂടി കടത്തി വിട്ടു. ഓക്കെ, അപ്പൊ പുറത്തു വരുന്ന എന്താണ്? ഒരു പ്ലെയിനിൽ മാത്രം വൈബ്രേഷൻ ഉള്ള പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. അതായത് ഞാൻ ആ പ്ലെയിനിനെ ഇങ്ങനെ കാണിക്കുന്നു, ഈ പ്ലെയിനിലാണ് വൈബ്രേഷൻ ഉള്ളത്. ഓക്കെ, ഈ പ്ലെയിനിലാണ് വൈബ്രേഷൻ ഉള്ളത്. ആ വൈബ്രേഷൻ കാരണം ഉണ്ടായ വേവ് ആണ്. ഓക്കെ, ആ വൈബ്രേഷൻ കാരണം ഉണ്ടായ ലൈറ്റ് വേവ്. ഈ ഒരു വേവ് മാത്രമേ അവിടെ ഉള്ളൂ, ആയില്ല, വേറെ വേവ് ഒന്നുമില്ല, ഒറ്റ വേവ് മാത്രം. So this is the plane polarized light and this is the plane of polarization. Okay, ആ വൈബ്രേഷൻ ഉള്ള പ്ലെയിനിന്റെ പേരാണ് പ്ലെയിൻ ഓഫ് പോളറൈസേഷൻ. ഓക്കെ, സോറി, ആ വൈബ്രേഷൻ ഉള്ള പ്ലെയിനിന്റെ പേരാണ് പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ. പോളറൈസേഷൻ അല്ല, പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ. വൈബ്രേഷൻ ഉള്ള പ്ലെയിനിന്റെ പേരാണ് പ്ലെയിൻ ഓഫ് വൈബ്രേഷൻ. ഓക്കെ, ഇനി ഞാൻ എന്താക്കുന്നത്? ഇനിയാണ് ക്ലൈമാക്സ്. നമുക്ക് ആവശ്യമായ സാധനം ഇനിയാണ് വരാൻ പോകുന്നത്. ഞാൻ അതിനെ ഒരു പ്രത്യേക സൊല്യൂഷനിൽ കൂടി കടത്തി വിടുന്നു. ഒരു പാത്രത്തിൽ ഞാനൊരു സൊല്യൂഷൻ എടുത്തു. ഓക്കെ, ഒരു പാത്രത്തിൽ ഞാനൊരു സൊല്യൂഷൻ എടുത്തു. ഇതാണ് സൊല്യൂഷൻ. ആ സൊല്യൂഷനിൽ കൂടിയിട്ട് ഈ വെയിവിന്, ഈ ലൈറ്റിന് ഞാൻ പാസ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ഇപ്പുറത്ത് ഞാൻ ഇതേപോലുള്ള ഒരു ട്യൂർമലൈൻ ക്രിസ്റ്റൽ ഞാൻ വെക്കുന്നു. ഓക്കെ, ട്യൂർമലൈൻ ക്രിസ്റ്റൽ ഞാൻ വെക്കുന്നു. ആ ലൈറ്റ് വരുന്ന പാതയിൽ തന്നെ അതുപോലുള്ള ഒരു ട്യൂർമലൈൻ ക്രിസ്റ്റൽ വെക്കുകയാണ്. ഓക്കെ, അപ്പോ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. ഈ ലൈറ്റ് ഈ വൈബ്രേഷൻ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തിട്ട് ഈ സൊല്യൂഷനിൽ കൂടി കടന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ട്യൂർമലൈൻ ക്രിസ്റ്റലിന്റെ ഹോളിൽ കൂടി കടന്ന് പുറത്തേക്ക് വരും. ഓക്കെ, അത് എന്റെ കണ്ണിലേക്ക് വരും എന്ന് പ്രതീക്ഷിച്ച് ഞാൻ അതിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി കാത്തിക്കാണ്. ഓക്കെ, ഇതാണ് ട്യൂർമലൈൻ ക്രിസ്റ്റൽ എന്ന് വിചാരിക്കുക. ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കാം. ആ ലൈറ്റ് ഇതിലേക്ക് ഇങ്ങനെ വരും, ഇതിന്റെ പുറത്ത് വരും, എന്റെ കണ്ണിലേക്ക് വരും എന്നാണ് എന്റെ പ്രതീക്ഷ. ഓക്കെ, ഞാൻ കുറെ സമയം കാത്തുനിന്നിട്ട് ലൈറ്റ് വരുന്ന കാണുന്നില്ല, ഒന്നും കാണുന്നില്ല, ഇരുട്ട് മാത്രം. ഇരുട്ടാണെങ്കിൽ എന്റെ അർത്ഥം എന്താ? ഇതിൽ നിന്ന് എന്റെ കണ്ണിലേക്ക് ലൈറ്റ് വരുന്നില്ല എന്നല്ല അർത്ഥം. കുറെ സമയം കാത്തുനിന്നിട്ടും ഇരുട്ട് മാത്രം. എന്റെ ഇപ്പോ എന്ന് വിചാരിച്ച് ഞാൻ മെല്ലെ ഇതിനെ റൊട്ടേറ്റ് ചെയ്തു. മെല്ലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടേക്ക് എത്തുമ്പോ എനിക്ക് നല്ല പോലെ ലൈറ്റ് കാണാൻ സാധിക്കുന്നു. ഞാൻ ഇതിനെ മെല്ലെ ഒട്ടിട്ട് ഇവിടേക്ക് എത്തുമ്പോ എനിക്ക് ലൈറ്റ് കാണാൻ പറ്റുന്നു. അതിന്റെ അർത്ഥം എന്താ? ഈ ട്യൂർമലൈൻ ക്രിസ്റ്റൽ ഇങ്ങനെ വെച്ചപ്പോഴാണ് വൈബ്രേഷൻ ഇതിലേക്ക് കൂടി പാസ് ചെയ്ത് എന്റെ കണ്ണിലേക്ക് വന്നത്. വല്ല മനസ്സിലാകാ കുഞ്ഞുമക്കളെ? ഇതാ ഇവിടെ സൊല്യൂഷൻ ഉണ്ട്. അപ്പുറത്തുള്ള ലൈറ്റ് ഇത് ഇങ്ങനെ വരികയാണ്. അപ്പൊ എന്റെ പ്രതീക്ഷ എന്താണ്? അതേപോലെ പുറത്തോട്ട് ഇങ്ങനെ വരുന്നല്ലേ. പക്ഷെ ഇങ്ങനെ വന്നില്ല. എങ്ങനെ മനസ്സിലായി? ഇങ്ങനെ വന്നിരുന്നു എങ്കിൽ ഇതിനെ കൂടി പാസ് ചെയ്ത് എന്റെ കണ്ണിലേക്ക് വരുമായിരുന്നു. വന്നില്ല. എപ്പോഴാണ് എന്റെ കണ്ണിലേക്ക് വന്നത്? ഇങ്ങനെ ചെരിച്ചു വെച്ചപ്പോഴല്ലേ. അതിന്റെ അർത്ഥം എന്താ? ഇതിനെ കൂടി ലൈറ്റ് പാസ് ചെയ്തത് ഇത് ഇങ്ങനെ വെച്ചപ്പോൾ എന്റെ കണ്ണിലേക്ക് ലൈറ്റ് വരണമെങ്കിൽ വൈബ്രേഷൻ ഇതിലേക്ക് എൻറ്റർ ചെയ്തത് ഇങ്ങനെയല്ലേ. അതിന്റെ അർത്ഥം എന്താ? ഈ സൊല്യൂഷന്റെ പുറത്തോട്ട് വൈബ്രേഷൻ വന്നത് ചെരിഞ്ഞിട്ടെന്നല്ലേ. പക്ഷെ ഇവിടെ എൻറ്റർ ചെയ്തത് എങ്ങനെയാ? ഇങ്ങനെയല്ലേ. അപ്പൊ ഈ സൊല്യൂഷൻ ഒരു പ്രത്യേകതയുണ്ട്. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന്റെ പ്ലെയിൻ ഉണ്ടല്ലോ, ഈ ഒരു പ്ലെയിന്, ആ പ്ലെയിനിനെ ഇയാളൊന്ന് റൊട്ടേറ്റ് ചെയ്തു, ചെറുതായിട്ടൊന്ന് തിരിച്ചു. ഈ പ്ലെയിനാണ് വന്നത്. ആ പ്ലെയിന് ഈ സൊല്യൂഷനിലേക്ക് കൂടി വന്നപ്പോൾ ഈ സൊല്യൂഷന്റെ പുറത്തേക്ക് എത്തുമ്പോ ആ പ്ലെയിനിനെ അയാൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു, റൊട്ടേറ്റ് ചെയ്തു. So this solution has a capacity to rotate the plane polarized light. അങ്ങനെ ഒരു കപ്പാസിറ്റി ഇയാൾക്കുണ്ട്. മനസ്സിലായല്ലോ. ചിലപ്പോൾ അത് റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യാം. എന്തായാലും പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന് റൊട്ടേറ്റ് ചെയ്യാൻ കഴിവുള്ള വസ്തുവാണിത്. ഇത്തരം വസ്തുക്കളെ പറഞ്ഞ പേരാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസസ്. എന്താണ്? ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസസ്. ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസസ്.
ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസസ്. ഇനി പറ എന്താണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് മാഷോട് പറ. എന്താണ്? there are certain substances which has a capacity to rotate the plane polarized light. എന്താണ്? certain substances which has a capacity to rotate the plane polarized light, and that substances are called optically active substances, and that property is called, or ability is, the property of the substance to rotate the plane polarized light is called optical activity. Okay, suppose ഈ ഒബ്ജക്റ്റ് ഞാൻ എ എന്ന് വിളിക്കുന്നു. ഓക്കെ, ആ എ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൈറ്റിലോട്ടാണ് റൊട്ടേറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. റൈറ്റിലോട്ട് സെർട്ടൺ ആംഗിൾ റൊട്ടേറ്റ് ചെയ്തു എങ്കിൽ അയാൾ പറഞ്ഞ പേരാണ്, റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്താൽ അതിന്റെ പേരാണ്, ആ വസ്തുവിന്റെ പേരാണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി സബ്സ്റ്റൻസസ്. ഓക്കെ, അപ്പൊ ഇയാൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിട്ടുള്ള ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ് എന്ന് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന അറിയാവോ? എ എന്നുള്ള അയാളെ പേര് എഴുതിയിട്ട് അതിന്റെ മുമ്പിൽ ബ്രാക്കറ്റിൽ ഡി എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ എ എന്ന പേര് എഴുതിയിട്ട് അതിന്റെ മുമ്പിൽ പ്ലസ് എന്ന് കൊടുക്കുക. എന്നിട്ട് എത്ര ആംഗിൾ ആണ് റൊട്ടേറ്റ് ചെയ്തത് ആ ആംഗിൾ അത് കഴിഞ്ഞ ശേഷം എഴുതുക. ഓക്കെ, ഒന്നെങ്കിൽ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ തന്നെ എഴുതാം, അല്ലെങ്കിൽ പുറത്ത് എത്ര ആംഗിൾ ആണ് റൊട്ടേറ്റ് ചെയ്തത് അതേ. അപ്പൊ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും എ എന്നുള്ളത് ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. അത് റൈറ്റിലോട്ട്, അതായത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യാൻ കഴിവുള്ള വസ്തുവാണ്. അത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ വലത്തോട്ടാണ് തിരിക്കുന്നത്, ഇന്ന ആംഗിൾ ആണ് തിരിക്കുന്നത് മനസ്സിലാവും. അതേസമയം ലെഫ്റ്റിലോട്ടാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ലീവോ റൊട്ടേറ്ററി. ഓക്കെ, അതിനെ റെപ്രസെന്റ് ചെയ്യാൻ സപ്പോസ് ഇതൊരു ലീവോ റൊട്ടേറ്ററി ആണെങ്കിൽ അതിന്റെ പേരിന്റെ മുമ്പിൽ എൽ എന്ന് എഴുതുക, ആംഗിൾ എഴുതുക, അല്ലെങ്കിൽ എ എന്ന് എഴുതുക, അതിന്റെ മുമ്പിൽ മൈനസ് എന്ന് കൊടുക്കുക, നെഗറ്റീവ് എന്ന് കൊടുക്കുക. ഓക്കെ അല്ലേ കുഞ്ഞു മക്കളെ? സോ ഇത്രയാണ് നമുക്ക് ഒപ്റ്റിക്കൽ ഐസോമറിസം പറയാൻ ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ ടേമുകൾ. കുഞ്ഞുമക്കൾ നന്നായിട്ട് തലയിൽ വെക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമറിസം പറയാൻ വേണ്ടി പോകും.